Asylum Learning. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രമാണ് 17-ാം തീയതി നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ബയോളജി വെച്ച് തന്നെയാണ്. സോ ബയോളജിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി ചാപ്റ്ററിൽ നമുക്ക് നല്ലോണം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളാണ് പറയുന്നത്. ഈ ഭാഗം എന്തായാലും തന്നെ എക്സാമിന് പഠിച്ചിട്ട് പോകണം, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കണമെങ്കിൽ നേരെ ലൈവിലേക്കും പോരാ കേട്ടോ. അപ്പോൾ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റിയിൽ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ലൈക്കൻസ് എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എന്താ ലൈക്കൻസ് എന്ന് പറയുന്നത്? സം ആൽഗെ ഓർ സൈനോബാക്ടീരിയ ലിവ് ഇൻസൈഡ് സർട്ടൈൻ ഫംഗൈ. ഫംഗസ് പ്രൊവൈഡ് സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻ വൈൽ ദ ആൽഗെ ഓർ സൈനോബാക്ടീരിയ പ്രൊഡ്യൂസ് ഫുഡ് ഫോർ ബോത്ത് ഓർഗാനിസം ത്രൂ ഫോട്ടോസിന്തസിസ്. സിംബിയോട്ടിക് ഓർഗനൈസേഷൻ ഓഫ് ദീസ് ഓർഗാനിസം ഇസ് നോൺ as ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻ എന്ന് പറയുമ്പോൾ ആൽഗയും ഫംഗസും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കമ്പോസിഷൻ ആണ്. ചില ആൽഗകളോ സൈനോബാക്ടീരിയകളോ ചെറിയ ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സൈനോബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ലൈക്കനുകൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. അടുത്തത് ബയോഡൈവേഴ്സിറ്റി പലതരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ വിവിധ തരം ഇക്കോസിസ്റ്റംസ് നമുക്ക് കാണാൻ കഴിയും. അക്വാട്ടിക് ഇക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലാൻഡ് ഉണ്ട്, പാഡി ഫീൽഡ് ഉണ്ട്, പോണ്ട് ഉണ്ട്, റിവർ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ഇക്കോസിസ്റ്റം ആണ്. അതാണ് നമ്മൾ പറയുന്ന ആവാസ വ്യവസ്ഥ വൈവിധ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ജീവജാതി വൈവിധ്യമാണ്. സ്പീഷ്യസ് തലത്തിലെ വൈവിധ്യം അല്ലെങ്കിൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയും. മൂന്നാമത്തേത് ജനിതക വൈവിധ്യമാണ്. ഒരു സ്പീഷ്യസിന്റെ ഉള്ളിൽ വരുന്ന വൈവിധ്യം. ഇപ്പൊ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ലയൺ, ടൈഗർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്യാറ്റ്, മനുഷ്യൻ, ഇതൊക്കെ ഡിഫറെന്റ് സ്പീഷ്യസ് ആണ്. ഇനി ജനിതക വൈവിധ്യം എന്ന് പറയുമ്പോഴോ അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്. ഇപ്പം നമ്മളൊരു മാങ്ങ എടുത്തു, പക്ഷെ മാങ്ങയിൽ തന്നെ ഒളോർ മാങ്ങയുണ്ട്, നാട്ടുമാങ്ങയുണ്ട്, അഫോൺസ് മാങ്ങയുണ്ട്, മൂവാണ്ടൻ മാങ്ങയുണ്ട്, അങ്ങനെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്നതാണ് ജനിതക വൈവിധ്യം അല്ലെങ്കിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന്. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ ബയോഡൈവേഴ്സിറ്റി ബാലൻസ് ആണ്. അത് കീപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫുഡ് ചെയിൻ ആണ്. ഒരു ഫുഡ് ചെയിനിൽ ആദ്യത്തെ ആൾക്കാർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്രൊഡ്യൂസർ ആയിരിക്കും, ഉൽപാദകർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടോ പ്രൈമറി കൺസ്യൂമർ, അതായത് നമ്മുടെ പ്രാഥമിക ഉപഭോക്താവ് വരും. അവരെ എന്തും കഴിക്കുക. അതായത് പ്രാഥമിക ഉപഭോക്താവ് മിക്കപ്പോഴും എന്താണ്? സസ്യങ്ങൾ കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ മിശ്ര ബുക്കുകൾ. അവർ എന്താണ്? ഒംനിവോസ് ആയിരിക്കും, എന്തും കഴിക്കുന്നവരായിരിക്കും. പിന്നീട് വരുന്നതൊക്കെ കാർണിവോസുകളാണ് അല്ലെ. കാരണം എലിനെ തിന്നുന്ന പാമ്പ് എന്ന് പറയുന്ന ദ്വിതീയ ഉപഭോക്താവാണ്. എന്താണ്? സസ്യഭോജികളല്ല, മാംസ്യഭോജികളാണ്. അടുത്തതെന്ന് പറയുന്ന പരുന്താണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? തൃതീയ ഉപഭോക്താവ്, ടെറിഷറി കൺസ്യൂമർ ആയിട്ട് പറയും. സോ ഒരു ഫുഡ് ചെയിൻ എടുക്കുമ്പോൾ ആദ്യം എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും, പിന്നീടാണ് എന്ത് വരുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏത് ലെവലിലും കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്, വിഘാടകർ എന്ന് നമ്മൾ പറയും. വിഘാടകർ എന്ന് പറയും. ഇവിടെ എന്തിനു ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ചെയിനിലും ഒരാൾ ഡെഡായി അല്ലെങ്കിൽ അവിടെ നിന്ന് മരിച്ചു പോയെങ്കിൽ അവർ മണ്ണിലേക്ക് പിന്നെ ഡിസോൾവ് ആവുന്നത് അതാര് ചെയ്യുന്നതാണ്? ഡികമ്പോസേഴ്സ് ആണ്, വിഘാടകരാണ്. സോ അത് ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ പഠിച്ചു വെക്കാം. ഈ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ചെയിൻ തന്നെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഒരു ഫുഡ് ചെയിൻ നമ്മളിപ്പോൾ കണ്ടു. ഇതേപോലെ തന്നെ ഈ പുല്ലിനെ തിന്നുന്ന മറ്റൊരു ആട്ടിൻകുട്ടി ഉണ്ടാകും, ആ ആടിനെ തിന്നുന്നൊരു പോത്തുണ്ടാകും, അല്ല ആടിനെ തിന്നുന്ന പോത്തല്ല, ആടിനെ തിന്നുന്നൊരു മനുഷ്യനുണ്ടാകും. സോ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇത് കണക്ട് ചെയ്ത് നമുക്ക് പോകാം. ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലകളെ നമ്മൾ ആഹാര ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫുഡ് വെബിന്റെ കാര്യം മനസ്സിലാക്കിയല്ലോ, ആഹാര ശൃംഖല ജാലം. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഡികമ്പോസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബാക്ടീരിയ, ഫംഗസുകളൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. മഷ്റൂംസ് ചോദിച്ചാൽ, കൂണ് ചോദിച്ചാൽ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഏതൊരു ഡെഡ് ആയിട്ടുള്ള ഡികമ്പോസ് ചെയ്യുന്ന ഓർഗാനിസത്തെയും അവരെ ജീർണിപ്പിച്ച് മണ്ണിലേക്ക് ആ ഓർഗാനിക് ന്യൂട്രിയൻസ് ഒക്കെ കൊണ്ടെത്തിക്കുന്നത് ഡികമ്പോസിഷൻ വഴി ഈ പറയുന്ന ബാക്ടീരിയയും ഫംഗസുകളുമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ടോപ്പിക് ലെവൽ ഓർത്തോടെ നമ്മളൊരു ഫുഡ് ചെയിൻ എടുക്കുന്ന സമയത്ത് അതിലെപ്പോഴും പ്രൊഡ്യൂസേഴ്സ് വരുന്നത് ടോപ്പിക് ലെവൽ 1 ആണ്. ഫസ്റ്റ് ടോപ്പിക് ലെവലിലായിരിക്കും. സെക്കൻഡറി അതായത് പ്രൈമറി കൺസ്യൂമർ എപ്പോഴും ടോപ്പിക് ലെവൽ 2 ആയിരിക്കും. അതുപോലെ ദ്വിതീയ ഉപഭോക്താക്കളാണെങ്കിലോ അവർ പോഷണ തലം 3 ആയിരിക്കും. തേർഡ് ടോപ്പിക് ലെവലാണ്. തൃതീയ ഉപഭോക്താക്കൾ നമ്മൾ പറയുന്ന ടെറിഷറി ആയിട്ടുള്ളവർ ഏതാണ്? ടോപ്പിക് ലെവൽ 4ലാണ് വരുന്നത്. ടെറിഷറി കൺസ്യൂമർ ടോപ്പിക് ലെവൽ 4. ഇങ്ങനെയാണ് ഒരു ഫുഡ് ചെയിനിൽ ഓരോ ലെവൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതെന്ന് ഓർത്ത് വെക്കാം. അടുത്തതിലേക്ക് വരുമ്പോൾ ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ആണ്. ഇതും മസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. നമുക്ക് പാരസൈറ്റിസം ഉണ്ട്. ഒരു പട്ടി എന്ത് ചെയ്യുന്നു? പട്ടിയുടെ മേലെ വരുന്ന ചെള്ളുകൾ, അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള പെയിൻ, ഇതൊക്കെ പാരസൈറ്റ്സ് ആണ്. എയ്കള്, ചിക്കൻ, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പ്രിഡേഷൻ,
ഇരപിടുത്തം. ഒരു സ്പാരോ അതിന്റെ വിത്ത് തിന്നുന്നതും പ്രിഡേഷൻ ആണ്. അതുപോലെ തന്നെ ഒരു മാനിനെ ഒരു കടുവ പിടിക്കുന്നതും പ്രിഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്തമാണ്. പിന്നെയുള്ളത് വാൻഡ ആൻഡ് മരവാഴയാണ്. ഇവിടെ രണ്ടിടത്തും നമുക്ക് കാണാം ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ദോഷമാണെങ്കിൽ മരവാഴ വാൻഡ അല്ലെങ്കിൽ വാൻഡ ട്രീയും മരവാഴയും മരവും നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് പോസിറ്റീവും മറ്റൊരാൾക്ക് സീറോയുമാണ് വരുന്നത്. ഒരാൾക്ക് പോസിറ്റീവും മറ്റൊരാൾക്ക് സീറോയും ആണ് വരുന്നത്. ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് എന്താ ഗുണവും ഇല്ല ദോഷവും ഇല്ല, അതാണ് അവിടെ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ട്രീസ് ആൻഡ് ബട്ടർഫ്ലൈ ആണ്. മ്യൂച്വലിസം നമുക്കറിയാം, രണ്ടാൾക്കും ഗുണവും ദോഷവും ഉള്ളതാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈയിലും അതുപോലെ തന്നെ പൂമ്പാറ്റയും ഓർത്തു വെക്കുക, പൂമ്പാറ്റയും പൂവും ഓർത്തു വെക്കുക. ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണ്? വിളയും കളിയും, കോമ്പറ്റീഷൻ ആണ്. രണ്ടാളും മത്സരിച്ച് എന്ത് ചെയ്യാണ്, ഒരു സ്രോത അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷന് വേണ്ടി മത്സരിക്കുകയാണ്. രണ്ടാൾക്കും നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സൈക്കിൾ, കാർബൺ ചക്രം, കാർബൺ സൈക്കിൾ ഓർത്ത് വെച്ചോളാം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മളിപ്പോൾ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിലൂടെ പിന്നെയും പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നുണ്ട്, അവർ പിന്നെയും നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഒരിക്കലും ഇത് തീരാതെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും ഇവിടെ നിലനിന്ന് പോകുന്നത് എന്ന് ഓർത്ത് വെക്കാം. പിന്നെ ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷൻ, എന്തൊക്കെ കാരണങ്ങളുണ്ട്, എന്തൊക്കെയാണ് എക്സ്റ്റിൻറ്റ് ആയ സ്പീഷീസുകൾ, ഇതിനൊക്കെ എക്സാമ്പിൾസ് പഠിക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ലൈവിലാണ്. സോ ഇന്നത്തെ ലൈവിലേക്ക് നേരെ തന്നെ പോവുക. ബാക്കി കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി റെഡ് ഡാറ്റ ബുക്ക് ഓർത്ത് വെച്ചോളാം. IUCN മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ബുക്കാണ്. ഇതിൽ എക്സ്റ്റിങ്ക്റ്റും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെയൊക്കെയാണ് ജീവജാലങ്ങൾക്ക് ദോഷം വരുന്നത്, കാര്യങ്ങൾ അവരെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ റെഡ് ഡാറ്റ ബുക്ക് നമ്മളെ സഹായിക്കും. അത് IUCN ആണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ബയോളജി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട്, കൺസേർവ് ചെയ്യാനായിട്ട്, ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇത് കൂടാതെ തന്നെ ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെയൊക്കെ കൺസേർവ് ചെയ്യണം, അതിന്റെ ടെക്നോളജീസും ടെക്നിക്സുകളും നമ്മൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ലൈവിലാണ് പഠിക്കുന്നത്. സോ ഇന്നത്തെ ലൈവ് ഒരിക്കലും മിസ്സാക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് വരിക. ഏതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യാനുള്ള മെക്കാനിസംസ് എന്നൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ ഇൻ ദ ലൈവ്. ബൈ ബൈ.